എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്യിച്ച ഒരു ട്രൂ സ്റ്റോറിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അത് നമ്മളെല്ലാവരെയും ഒത്തിരി ഇൻസ്പയർ ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡെൻമാർക്കിൻ്റെ ഒരു പ്ലെയറാണ്, നിങ്ങൾക്ക് ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ അറിയാവുമായിരിക്കും, ക്രിസ്റ്റ്യൻ എറിക്സൺ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ മിലൻ ക്ലബിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ലൊരു പ്ലെയറാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യൂറോ കപ്പിൽ 2020 യൂറോ കപ്പിൽ അദ്ദേഹത്തിനൊരു അപകടം സംഭവിച്ചു. അപകടം എന്താണെന്ന് വെച്ചാൽ കാർഡിയാക് അറസ്റ്റ് വന്ന് പ്ലേ ഗ്രൗണ്ടിൽ തന്നെ വീഴുകയാണ്. എല്ലാവരും വിചാരിച്ചു ഈ ലോകത്ത് നിന്ന് തന്നെ പോയെന്ന്. പക്ഷെ പെട്ടെന്നുള്ള ഇടപെടലിൽ CPR ഒക്കെ കൊടുത്ത് ആളെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടെ അദ്ദേഹത്തിനൊരു സർജറി, ഒരു വലിയ സർജറി നടക്കുകയാണ്. ഒരു സർജറി കൊടുത്തു. ICD എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, കാർഡിയോ വെറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉള്ളിലേക്ക് വെച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം സാധാരണഗതിയിൽ എല്ലാവരും ചിന്തിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സ്പോർട്സ് കരിയർ അവിടെ അങ്ങ് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് നമ്മളുടെ ക്രിസ്ത്യൻ ഒരു താരമായിട്ട് മാറുന്നത്. ഏതാണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ അദ്ദേഹം റിക്കവർ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ആണ് മനസ്സിലാവുന്നത് ഇന്റർ മിലൻ ക്ലബ്ബ് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു. കാരണം ഇത്തരത്തിലുള്ളൊരു ഇൻസ്ട്രുമെന്റ് വെച്ചുകൊണ്ട് കളിക്കാൻ സാധിക്കത്തില്ല, അങ്ങനെയുള്ളവരെ കളിക്കാൻ അനുവദിക്കത്തില്ലെന്നായിരുന്നു ക്ലബിന്റെ തീരുമാനം. പക്ഷേ ഫ്രസ്ട്രേറ്റഡ് ആയി പോയില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ വെച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി പണി നിർത്തി വീട്ടിലങ്ങ് പോയേനെ. അയ്യോ എനിക്ക് വയ്യാത്ത ആളാണ്, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ലേ എന്നുള്ള, അവിടെയാണ് യഥാർത്ഥ ഒരു സ്പോർട്സ്മാൻ ക്രിസ്ത്യനിൽ ഞാൻ കണ്ടത്. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഒരു അത്യാവശ്യം നല്ല ഒരു ക്ലബിന് വേണ്ടി കളിച്ചിട്ടും അതൊന്നും ഒരു ഈഗോ ഒന്നും ഇല്ലാതെ അദ്ദേഹം തന്റെ കരിയർ ഇതിൽ തന്നെ കൊണ്ടുപോകും, ഫുട്ബോളിൽ തന്നെ എൻ്റെ കരിയർ കൊണ്ടുപോകും എന്ന് തീരുമാനിച്ച് അത്രയധികം ഫേമസ് ഒന്നും അല്ലാത്ത ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ തുടങ്ങി. നമുക്കറിയാല്ലേ, വലിയ ഒരു ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങി വരിക. അതുപോലെ തന്നെ അപ്പോഴത്തേനെ നമ്മളുടെയൊക്കെ ആയിരുന്നെങ്കിൽ ഈഗോ എവിടെ പോവും? എൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ വരാറുണ്ട്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അത്രയും സാലറി ഇല്ല, ഇപ്പം എനിക്ക് സ്ട്രെസ്സ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പം നമ്മൾ ക്രിസ്ത്യനെ നോക്കണം, ചെറിയൊരു കാലൊടിഞ്ഞതോ കൈ ഒടിഞ്ഞതോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, ഹൃദയത്തിൻ്റെ തന്നെ പ്രവർത്തനം നിന്നു പോയിട്ട് അതൊരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകുന്ന ആളാണ്. ഒരു ഈഗോയും ഇല്ലാതെ ബ്രെൻഫോർഡ് എന്ന് പറയുന്ന ആ ചെറിയ ക്ലബിന് വേണ്ടി കളിച്ചു തുടങ്ങിയപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് ക്രിസ്ത്യന് ഒന്നും സംഭവിച്ചിട്ടില്ല, കുറച്ചും കൂടെ പെർഫോമൻസിൽ കയറി വന്നിട്ടേ ഉള്ളൂ എന്ന്. 11 കളി കളിച്ചതിൽ ഏതാണ്ട് 7 എണ്ണത്തെ ആ ക്ലബിനെ 7 കളികളിൽ ക്രിസ്ത്യൻ വിജയിപ്പിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അപ്പോഴാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, നമുക്കറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബാണ്, ഒരു നല്ല പ്ലെയറെ അന്വേഷിച്ച് നടന്നത്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അങ്ങനെ നമ്മളുടെ ക്രിസ്റ്റ്യൻ എറിക്സൺ മാഞ്ചസ്റ്ററിന്റെ കളിക്കാരനാകുന്നു. ഇപ്പോൾ നമ്മളുടെ ഫിഫയിലും ഡെൻമാർക്കിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പം ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോട്ടെ. ലൈഫിൽ നമുക്കെല്ലാവർക്കും ക്രൈസിസുകൾ വരും അല്ലേ, നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിലല്ലേ പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അടുത്ത് വരുന്ന പലരും ലൈഫിലെ ക്രൈസിസിലും ചാലഞ്ചിലും വീണു പോയിട്ട് എഴുന്നേക്കം വയ്യാതെ കിടക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ അവസാനമാണെന്ന് ചിന്തിക്കുന്നവരാണ്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ചാലഞ്ചസ് ആർ ഓൾവേസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ എപ്പോഴാണ് ഫെയിൽ ആകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സിറ്റ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോൾ മാത്രമാണ്. അതല്ലാത്തപ്പോഴെല്ലാം നമ്മൾ വിജയത്തിലേക്കാണ് പോകുന്നത്. എറിക്സന്റെ ഈ ട്രൂ സ്റ്റോറി നമ്മളെ അതല്ലേ കാണിക്കുന്നത്.